ഇതൊരു അനാവശ്യമായ പിടിവാശിയാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, തമിഴ്നാട്ടിൽ ഇപ്പോൾ ആശാ വർക്കേഴ്സ് സമരം തുടങ്ങി, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. 26,000 രൂപ ആക്കി അവരുടെ വേതനം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. അത് CIT ആണ് നടത്തുന്നത്. അപ്പൊ സ്റ്റാലിന് പഠിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി, യഥാർത്ഥത്തിൽ സ്റ്റാലിന് പഠിക്കുകയാണല്ലോ. അപ്പൊ സ്റ്റാലിന് പഠിക്കുന്ന മുഖ്യമന്ത്രി ആ സമരത്തെ എന്താ പറയാ, എങ്ങനെ പ്രതികരിക്കും? അവരെ CIT ആണ് സമരം നടത്തുന്നത്, 26,000 രൂപയാണെന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഈ സമരത്തിന് ഏതെങ്കിലും രീതിയിൽ സമരത്തോട് രഞ്ജിപ്പിലെത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ മാനം പോവും എന്നുള്ള പേടിയാണ്. കാരണം ഇത് ഇത്രമാത്രം വലിയ വിജയമാവുമെന്ന് ഗവൺമെന്റ് പ്രതീക്ഷിച്ചിട്ടില്ല. സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള ഇവർക്ക് കിട്ടുന്ന പിന്തുണ ദിവസം പ്രതി ഏറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗവൺമെന്റിനെ അസ്വസ്ഥമാക്കുന്നു. അതുകൊണ്ടാണ് ഈ സമരം ഒരു ചർച്ച ചെയ്ത് തീർക്കാത്തത്. സമരം ഇത്രയും ദിവസമായി ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പോഴും പറയുന്നത് കേന്ദ്രമാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇത്രയും ജനപിന്തുണ സമരത്തിനുണ്ടായിട്ടും സർക്കാർ പിന്നീട് ഒരു അയ്യുന്നൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ഈ എല്ലാം ചെയ്യേണ്ടത് കേന്ദ്രമാണ് എന്നുള്ള നിലപാടിലാണ് സർക്കാർ ഇപ്പോഴും ഉള്ളത്. അതായത് സമരം എങ്ങനെയെങ്കിലും പൊളിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വിട്ടുവീഴ്ചകൾക്ക് ഇവർ തയ്യാറായിരിക്കും. എല്ലാം നമ്മൾ മുന്നോട്ട് വെക്കുന്ന എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കാൻ പറ്റില്ല എന്ന് വരും. അതെല്ലാ സമരങ്ങളും അങ്ങനെ തന്നെയാണ്. കുറെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അത് സമരക്കാരും ഇവരുടെ ഭാഗത്ത് നേരെ നീക്കുപോക്കുകൾ നടത്തുകയും ഗവൺമെന്റും അതിനനുസരിച്ച് നീക്കുപോക്ക് നടത്തുകയും ചെയ്യുമ്പോഴാണ് ഇത് പരിഹരിക്കപ്പെടുള്ളൂ. ഈ ദുർവാശി, പരിഹാസം, ഒരാൾ തൊഴിലെടുക്കും. ഇപ്പൊ നിങ്ങളെ തൊഴിലെടുക്കുന്നു, മലിനജലം ഓട വൃത്തിയാക്കുന്ന ഒരാളെ തൊഴിലെടുക്കുന്നു, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന അവന്റെ തൊഴിലെടുക്കുന്നു. ഇങ്ങനെ തൊഴിലിനെ അതിന്റെ മഹത്വം തിരിച്ചറിയാതെ അപമാനിക്കുന്നത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വൃത്തിയായിട്ടൊരു മുഖം. ഡിവൈഎഫ്ഐക്കാരാണോ അവിടെ സമരം ചെയ്തത്? ആണോ? ഒരുപാട് യുവജന സംഘടനകളുണ്ട്. ഡിവൈഎഫ്ഐ മാത്രമല്ലല്ലോ, ഒരുപാട് യുവജന സംഘടനകളുണ്ട്. അവരൊക്കെ തന്നെ ഒന്നുകിൽ ഭയം, പിന്നെ സംഘടനകൾ, യുവജന സംഘടനകൾ എന്ന് പറഞ്ഞാൽ ഒക്കെ തന്നെ പാർട്ടി അടിമകളാണല്ലോ. അത് അവർക്ക് സ്വന്തമായൊരു വ്യക്തിത്വമില്ലല്ലോ. പാർട്ടി പറയുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് പ്രതീക്ഷിക്കണ്ട. പക്ഷെ ഞാൻ പറഞ്ഞത് അതിന്റെ ഐറണി മനസ്സിലാക്കേണ്ടത്, വേറൊരു രാജ്യത്ത് ആമസോൺ കാടുകൾ കത്തുമ്പോൾ ബ്രസീൽ എംബസിയിൽ മുന്നിൽ പോയിട്ട് സമരം ചെയ്യുന്നതിന്റെ ഒരു വിരോധാഭാസം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പൊ ആശാ വർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. എനിക്കൊക്കെ അറിയാം, എന്റെ വീടിനടുത്തുള്ള ആൾക്കാർക്ക് എനിക്കറിയാം. അവർ ഓരോ വീടുകളും കയറി ഇറങ്ങി അവിടുത്തെ ഡാറ്റ കളക്ട് ചെയ്ത് ഒരു 10 മണി മുതൽ 5 മണി വരെയുള്ള ജോലി ഉള്ളത്. 260 രൂപ എന്ത് ചെയ്യാൻ പറ്റും? മര്യാദ ചോറിനുണ്ടെങ്കിൽ 65 രൂപ കൊടുക്കണം. കേന്ദ്രത്തിന്റെ ഭാഗത്ത് സുരേഷ് ഗോപി MP അടക്കം ഇവിടെ പലർക്കും വന്നിരുന്നു. പിന്നീട് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കേന്ദ്രത്തിൽ നിന്ന് ഉറപ്പ് നൽകിയതിനു ശേഷം മാത്രം ഉത്തരവ് കൊണ്ട് കേന്ദ്രമന്ത്രിയോട് വന്നാൽ മതി എന്നുള്ള ഒരു നിലപാട് സമരക്കാർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പിന്തുണയുമായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പക്ഷേ പിന്നീട് ഈ പിന്തുണ അറിയിച്ചതിന് ശേഷം മറ്റൊരു കാര്യങ്ങൾ ഇവരുടെ കാര്യത്തിൽ തീരുമാനമൊന്നും ഉണ്ടാകുന്നില്ല. അല്ല, സുരേഷ് ഗോപി ഇനി ആ ഓർഡറായിട്ട് വന്നാൽ മതി, അതെന്റെ അഭിപ്രായം. കാരണം പിന്തുണ പ്രഖ്യാപിക്കാൻ എനിക്കും പറ്റും, നാളെ കൂട്ടിത്തരാന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ നമ്മളത് അവിടെ പോയി നേടിയെടുത്ത് വരണം. അതിനല്ലേ MP, നമ്മളെ കേന്ദ്രമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ അത് ചെയ്യണം. വാഗ്ദാനങ്ങൾ ഒരുപാട് കൊടുക്കാൻ പറ്റും, പക്ഷെ പ്രാക്ടീസ് ചെയ്ത് അത് നടപ്പിലാക്കാൻ പറ്റും. അദ്ദേഹം നടപ്പിലാക്കുമെന്ന് വിചാരിക്കാം നമുക്ക്.